എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വെച്ചാൽ ഇന്നിപ്പോൾ നമുക്ക് വളരെ സ്പെഷ്യലായിട്ട് വറുത്തരച്ച ചിക്കൻ കറിയാണ്. അതാണ് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഊണ്ടുണ്ടാക്കുന്നത്. തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. അപ്പോൾ ഇതാ നമുക്ക് 1/2 കിലോ ചിക്കൻ ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ മറ്റു ചേരുവകളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതാ തേങ്ങ അത് ഒന്ന് ചിരകാം. നമ്മൾ തേങ്ങ ചിരകിയത്, പിന്നെ ചെറിയ ഉള്ളി, കറിവേപ്പില. അപ്പോൾ ഇത് നമുക്ക് വറുത്തെടുക്കാം. ആദ്യം വറുത്തരച്ച ചിക്കൻ കറിയാണ് ഇപ്പം ഇന്ന്. ആദ്യം അത് വറുത്ത് വയ്ക്കുകയാണ്. പിന്നെ അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് വറുത്ത് വെച്ചിട്ട് പിന്നെ അത് അരച്ച് എടുക്കണം. ആദ്യം ചെയ്ത് വെച്ചിട്ട് പിന്നെ കഷ്ണം മറ്റേ കറിക്കുള്ളൊക്കെ നുറുക്കലും കാര്യങ്ങളും ചെയ്യുക. അങ്ങനെയാണ്. അതുകൊണ്ട് ആദ്യം അതാണ് ചെയ്യാണ്. അപ്പോൾ ഇത് നമുക്ക് അരച്ചവിടെ വെക്കണം. ഇനിയിപ്പോൾ കഷ്ണങ്ങൾ ഒക്കെ നമ്മളിത് വെച്ചാൽ എല്ലാം തൂലത്തിലൊക്കെ കഴിഞ്ഞ് കഴുകി എടുത്തു. കിഴങ്ങ് അപ്പം ഇനി ഒക്കെ നുറുക്കിയെടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തക്കാളി ഉണ്ട്, വലിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്ത് നമ്മൾ വേവിച്ചിട്ട് പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞ് വറുത്തിടുന്നത് ആ ഒരു രീതിയിൽ. അങ്ങനെയായിരുന്നു പണ്ടൊക്കെ ഞങ്ങൾ വെച്ചിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂടുതലും അങ്ങനെയാണ്. ഞങ്ങൾ വഴറ്റലില്ല അങ്ങനെ അധികം. എല്ലാം ഇവിടെ റെഡിയാക്കി നുറുക്കി വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ചട്ടിയിൽ ഉണ്ടാക്കുന്നത് കഴുകിയതാണ് ചിക്കൻ കഷ്ണങ്ങളൊക്കെ ചെറുതാക്കി മുറിച്ച് കൊണ്ടുവന്ന് തന്നെയാണ് അവിടുന്ന്. പിന്നെ ഇതാ നമ്മളെ മറ്റ് കഷ്ണങ്ങളൊക്കെ അതിലേക്കുള്ള ചേരുവകളായിട്ടുള്ള കഷ്ണങ്ങളെല്ലാം നമ്മൾ ഒന്നിച്ച് ചേർത്തിട്ട് തന്നെയാണ് വേവിക്കുന്നത്. അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ അതിലേക്ക് നമുക്ക് മുളക് പൊടി ഒക്കെ പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ പൊടിച്ച ഇതാണ്. ഇവിടെ മുളക് ഒക്കെ ഉണക്കി പൊടിപ്പിച്ചതാണ്. മഞ്ഞപ്പൊടി, പിന്നെ നമുക്ക് ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. പിന്നെ വേണമെങ്കിൽ ചേർക്കാമല്ലോ. അപ്പോൾ അത് നമ്മളിതാ വേവിച്ചെടുക്കുകയാണ്. അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്. ചെറിയൊരു വെള്ളം വെച്ചിട്ടുണ്ട് ഞങ്ങൾ കറിക്കും വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കാലം അടച്ചു വയ്ക്കുമ്പോൾ ഉണ്ടാവുമല്ലോ, വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ ഇതങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ഇതാവുന്നുണ്ട്. വെന്ത് വരുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് തന്നെ നമുക്ക് ചിക്കൻ മസാലയും കൂടിയാണ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ വെന്ത് കുറുകിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചത്, നേരത്തെ തേങ്ങയൊക്കെ വറുത്ത് അരച്ചു വെച്ചത് അത് ചേർത്ത് കൊടുക്കാം. നല്ല അത്യാവശ്യം നല്ല അങ്ങോട്ട് കുറുകി വരും. ഇനി ആവശ്യത്തിനുള്ള കറിയുണ്ട്. കറിവേപ്പില അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വഴറ്റി ചേർക്കണം. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയായി. ഇന്നിപ്പോൾ തന്നെ പ്രധാന നമുക്ക് കറി ഈ ഒരു കറി തന്നെയാണ്.
ഊണ് കഴിക്കുകയാണ്. അമ്മയ്ക്ക് കറി കൊടുക്കാം. പിന്നെ അത്യാവശ്യം വെള്ളത്തോടു കൂടി തന്നെ വെള്ളം ഉണ്ട് കഴിക്കാൻ നേരത്തെ ആ നേരത്തും. പിന്നെ ഇപ്പോൾ ബീറ്റ്റൂട്ടിൻ്റെ ഒരു പച്ചടി ഉണ്ട്. ഇത് ചെറുനാരങ്ങ അച്ചാർ, അത് പിന്നെ അമ്മ തന്നെ ഉണ്ടാക്കിയാണ്, ഇവിടെ വീട്ടിൽ അച്ചാറുണ്ടാക്കി തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഇന്ന് ഒരു നല്ല വറുത്തരച്ച ചിക്കൻ കറി കൂട്ടിയിട്ടുള്ള ഉച്ചയൂണ്. ഇതിപ്പോൾ എനിക്കുള്ളതാണ്. നമ്മൾ നല്ല തവിടുള്ള അരി, അപ്പോൾ പിന്നെ അത് തന്നെയാണ് ഞാൻ കഴിക്കൽ. അതാകുമ്പോൾ പിന്നെ പാകത്തിന് മതി, അധികം കഴിക്കേണ്ട ആവശ്യമില്ല. ഇതാകുമ്പോൾ തന്നെ ഏകദേശം വയറ് നിറയും. അതിലേക്കൊക്കെ പറ്റിയാണ് ഈ കറി, നല്ല ഒരു ചിക്കൻ കറി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.